നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ മകൻ, നമ്മുടെ പച്ചനിജൻ നിതിൻ രാജിന്റെ ചോര വീണ ഈ മണ്ണിൽ ജാതി കേരളത്തിന്റെ പ്രതിഷേധമല്ല, ജാതി വിരുദ്ധ കേരളത്തിന്റെ ശബ്ദമാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ കലാലയങ്ങളിൽ, പള്ളിക്കൂടങ്ങളിൽ പടിചവിട്ടാൻ അനുവദിക്കാതെ ആയിരക്കാലം ദൂരെ നിർത്തി അടിച്ചമർത്തപ്പെട്ട കറുത്തവർഗക്കാരന്റെ ഇടയിൽ നിന്ന് കറമ്പിയായ പൊന്നോമന പെങ്ങളെ പഞ്ചമിയെ കൈപിടിച്ചുകൊണ്ട് ഊട്ടമ്പലത്തെ സ്കൂളിൽ കയറി സവർണ ആഡംബിത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് വിജ്ഞാനത്തിന്റെ കൊടുമുടി കയറാൻ വിപ്ലവം നയിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ മണ്ണിൽ കൊച്ചനുജന്റെ ചോര വീണ ഈ മണ്ണിൽ നിന്നുകൊണ്ട് പറയുന്നു, ഇതിന് മാപ്പില്ല. ഈ കൊച്ചനുജന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ അത് കലാപത്തിന്റെ മാർഗമായിരിക്കേയില്ല. അറിവിന്റെ, വിജ്ഞാനത്തിന്റെ, പ്രബോധനത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ അതിശക്തമായ സമരായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഓരോ തുള്ളി ചോരയ്ക്കും കേരളത്തിലെ ഉണരുന്ന ദളിതാദിവാസി ജനത നിതിൻ മരണമല്ല, ഇത് കൊലപാതകമാണ്, പച്ചയായ കൊലപാതകം. ഞങ്ങൾക്കതിൽ സംശയമില്ല. പഠിച്ച് മിടുക്കനായി എൻട്രൻസ് പരീക്ഷ എഴുതി ഡോക്ടറാകാൻ ഈ മണ്ണിലേക്ക് വന്ന ഞങ്ങളുടെ കൊച്ചനുജൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നരാധന്മാരായ, അക്രമികളായ, തീവ്രവാദികളായ, ജാതി ഭീകരരായ റാമേ അങ്ങീതാ നമ്പ്യാര് പോലും എവിടുത്തെ നമ്പ്യാരടി നീ? ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ കൊച്ചനെ, അനുജനെ അവന്റെ നിറം നോക്കി, അവന്റെ ജാതി നോക്കി, അവന്റെ അച്ഛന്റെ അമ്മയുടെ തൊഴിലിന്റെ പേരിൽ, അവന്റെ സ്വത്വത്തിന്റെ പേരിൽ അവനെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? എന്താണോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? എന്താണ് പെഡഗോഗി എന്ന് പറയുന്നത്? ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വൈജ്ഞാനികതയുടെ തത്വങ്ങളെ കുറിച്ച്, സങ്കല്പങ്ങളെ കുറിച്ച്, പെഡഗോഗിക്കൽ പ്രാക്ടീസുകളെ കുറിച്ച് നിനക്കൊക്കെ വല്ല വിവരവുമുണ്ടോ? ക്യാമ്പസുകൾ പറയുന്ന, കലാലയങ്ങൾ പറയുന്ന, ലോകത്തെ വിജ്ഞാന കേന്ദ്രങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആധുനിക ലോകത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിമർശനാത്മക വിദ്യാഭ്യാസമാണ്. കുട്ടികൾക്ക്, പഠിതാക്കൾക്ക് വിഭിന്നമായ അവന്റെ സാംസ്കാരിക, സാമുദായിക മതസ്വത്വങ്ങളെ സംഘർഷരഹിതമായി ക്യാമ്പസുകളിൽ ഉയർത്തിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു ഇൻക്ലൂസീവ് ഡെമോക്രാറ്റിക് സ്പേസിന്റെ പേരാണ് കലാലയം എന്ന് പറയുന്നത്, ക്യാമ്പസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ അന്തസ്, ഒരു വിദ്യാർത്ഥിയുടെ അഭിമാനം, അവന് പ്രതിനിധീകരിക്കുന്ന സ്വത്വത്തെ പ്രകാശിപ്പിക്കാനും അതിന് പിന്തുണ കൊടുക്കാനും അവന് മോറൽ പിന്തുണ കൊടുക്കാനുമുള്ള ബാധ്യത നമ്മുടെ പെഡഗോഗിക്കുണ്ട്, കരിക്കുലത്തിനുണ്ട്, വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുണ്ട്. എന്നാൽ ഇവിടെ ഈ ഇന്ത്യയിൽ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ കേരളം ഉൾപ്പെടെയുള്ള സാക്ഷരമാണ്, സമ്പന്നമാണ്, പുരോഗമനമാണ്, നവോത്ഥാനമാണ്, മായാത്തടിയാണ്. ഈ കേരളത്തിലാണ് അഭിമന്യുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇന്ന് ഈ ക്യാമ്പസ് സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഞങ്ങൾ ചോദിക്കുന്നു, നിതിൻ രാജ് കൊല ചെയ്യപ്പെടുന്നിടം വരെ ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ വേണ്ടായിരുന്നു? നിതിൻ രാജിന്റെ ചോരയിൽ ചവിട്ടി വേണോ നിനക്കൊക്കെ ഇവിടെ വിദ്യാർത്ഥി യൂണിയൻ പ്രഖ്യാപിക്കാൻ? സമയക്കാരാ, നിന്നോട് ഞങ്ങൾ ചോദിക്കട്ടെ. ഞങ്ങളുടെ പ്രിയങ്കരനായ മറ്റൊരു കൊച്ചനുജൻ അങ്ങ് ഹൈദരാബാദില് അന്ന് കൊല ചെയ്യപ്പെട്ടപ്പോൾ നമുക്കറിയാം, അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? ഇന്ത്യൻ ക്യാമ്പസുകൾ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും നമുക്കറിയാം, രോഹിത് വെമുലയുടെ പേര് പറഞ്ഞുകൊണ്ട് ആക്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ കലാലയങ്ങളിൽ മുദ്രാവാക്യം വിളിച്ച് ദളിതരായ പിന്നോക്കക്കാരായ വിദ്യാർത്ഥികളെ അണിയറയിൽ ചേർത്ത് നീൽ സലാം, റെഡ് സലാം. എന്തിനാ നിങ്ങൾ നീൽ സലാം പറഞ്ഞത്? ഇന്നലെ വരെ ഈ ചെങ്കൊടി വിളിച്ചുകൊണ്ട് റെഡ് സലാം പറഞ്ഞ SFIക്കാരൻ ഇന്ത്യൻ ക്യാമ്പസുകളിൽ നീൽ സലാം പറഞ്ഞു ഞങ്ങളെ പറ്റിക്കാൻ. ഇട SFIക്കാരാ, ആ നീൽ സലാം പറഞ്ഞ നിങ്ങൾക്ക് 10 വർഷം നിന്റെ നേതാവ് ഭരിച്ചില്ലേ മുഖ്യമന്ത്രിയായിട്ട്? ഈ ചോര വീണ മണ്ണ്, ഈ മണ്ഡലം ആരുടേതാണ്? സഖാവ് പിണറായിയുടെ മണ്ഡലം. ഈ മണ്ഡലത്തിൽ ഇന്നൊരു കൊച്ചനുജന് ചോര വീഴുന്നിടം വരെ 10 കൊല്ലം നിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം എവിടെയായിരുന്നോ? നിന്റെ പൊളിറ്റിക്കോ
മുഖ്യമന്ത്രിക്ക് 10 കൊല്ലം എന്തുകൊണ്ട് രോഹിത്തമുല ആക്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല? അതുകൊണ്ട് ഇത് നിങ്ങളുടെ പരാജയമാണ്, ഇത് നിങ്ങളുടെ വഞ്ചനയാണ്, LDFന്റെ പിണറായിയുടെ വഞ്ചനയാണ്. അല്പമെങ്കിലും ധാർമ്മികത ഉണ്ടായിരുന്നുവെങ്കിൽ, അല്പമെങ്കിലും രാഷ്ട്രീയമായ സദാചാരം, പൊളിറ്റിക്കൽ മൊറാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ മണ്ഡലത്തിൽ ഒരു കൊച്ചനുജന്റെ ചോര വീണു, അവനെ കൊന്ന്, അവനെ അപമാനിച്ച് 5 മാസക്കാലം നിരന്തരമായി ജാതിയുടെ പേരിൽ വേട്ടയാടി ടോർച്ചർ ചെയ്ത് അവസാനം ആ കുഞ്ഞിനെ കൊന്നപ്പോൾ എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ഈ മണ്ഡലത്തിലെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഇരുന്നുള്ള നമ്മുടെ തമ്പുരാൻ? എന്താണ് പിണറായിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാതിരുന്നത്? കേരള മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ധീരമായ ഒരു നിലപാടിലേക്കായി പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നത് ലജ്ജാകരമാണ്. നിങ്ങൾ ജാതി മേധാവിത്വത്തെ സംരക്ഷിക്കുകയാണ്. നിങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ മറവിലുള്ള സ്വകാര്യ കച്ചവടത്തെ, ഇവിടുന്ന് അധികമൊന്നും കിലോമീറ്റർ ദൂരെയില്ല, ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിനെതിരായി പ്രക്ഷോഭം നടത്തി 5 പേര് രക്തസാക്ഷികളായ വലിയ വിപ്ലവം അരങ്ങേറിയത് ഇവിടെയാണല്ലോ. എന്നിട്ട് അതിനടുത്താണല്ലോ ഇവിടെ. അങ്ങനെയുള്ള നിങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി, സ്വകാര്യ പ്രമാണിമാർക്ക് തീരെഴുതി. ഈ സ്ഥാപനം നടത്തുന്നവൻ ആരാണ്? മാനേജ്മെന്റ് ആണ് പോലും. എവിടുത്തെ മാനേജ്മെന്റ്? ഏത് കോത്താളത്തിലെ മാനേജ്മെന്റ് ആണ് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായി പെൺകുട്ടികളെ ശരീരത്തെ തടിച്ചിരുന്നാൽ അവളെ പേര് വിളിക്കുക, പന്നി എന്ന് വിളിക്കുക, തടിച്ചി എന്ന് വിളിക്കുക, നീ ഏത് കോളനിയിലെ വാണമാണെന്ന് പറഞ്ഞ് ആൺകുട്ടികളെ ആക്ഷേപിക്കുക. ഇങ്ങനെ അവനവന്റെ വീട്ടിലെ ആൾക്കാരുടെ ഒക്കെ പര്യാപദങ്ങൾ എടുത്ത് മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിളിച്ച് എന്തിനാണെന്നുള്ളത് റാം പറയണം. ഞങ്ങളുടെ കൊച്ചോമനെ മോനെ ഇതിനെ വിളിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. ഇതിനെ വിളിച്ചത് എന്താ? പുഴുത്ത എന്ത് പറഞ്ഞാണ് വിളിച്ചത്? അതിനുത്തരം ആ വിളിച്ചവന്റെ അപ്പന്റെ പേരാണ് വിളിച്ചത്. അങ്ങനെ വിളിക്കാൻ തോന്നുക. മനസ്സിൽ തലവലിക്കുന്നത് എപ്പോഴും അച്ഛന്റെ മുഖമായതുകൊണ്ട് ഇതിനെ കണ്ടപ്പോ അപ്പനെ ഓർമ്മ വന്നു. എന്നിട്ട് ആവർത്തിച്ച് അപ്പന്റെ പര്യായം എന്തിനാണ് ഞങ്ങളുടെ കുഞ്ഞിനെ വിളിച്ചത്? അതൊക്കെ എടുത്തു, ഞങ്ങൾക്ക് വേണ്ട. പിന്നെ അതിനോട് ചേർത്ത് രണ്ടാമത് പറഞ്ഞ പദം അമ്മയുടെ പര്യായവുമാണ്. അച്ഛന്റെ അമ്മയുടെയും പര്യായമൊക്കെ പറയാൻ നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളുന്ന അധ്യാപകരായിട്ട്? ഈ കോളേജ് മാത്രമല്ല, ഇവിടുന്ന് തൽക്കാലം കേരളത്തിലെ ദലിതർ, കേരളത്തിലെ ബഹുജനങ്ങൾ, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ജനങ്ങൾ കൊടുങ്കാറ്റ് പോലും ഉയർത്തിയ പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ അവസാന സമയത്ത് അയാളെ ഇവിടെ നിന്ന് പുറന്തള്ളി പോലും. എങ്ങോട്ട്? ഞാൻ പറയുന്നു, ADF-നെ പ്രതികരിച്ചുകൊണ്ട് ഇവിടെ സംഘടിച്ചിരിക്കുന്ന ദളിത് പ്രസ്ഥാനങ്ങളെയും കേരളത്തിലെ ലക്ഷോപലക്ഷം ദളിതരെയും പ്രതികരിച്ചുകൊണ്ട് പറയുന്നു, ഈ റാമും സംഗീതയും 2 പേര് മാത്രമല്ല, പ്രതിക്കൂട്ടിൽ ഇനിയും പേര് വരാനിടയുള്ള ഒരുപാട് അധ്യാപകരുണ്ട് ഈ സ്ഥാപനത്തിൽ. നിന്റെ ഒന്നും പേര് ഏത് പോലീസ് FIR നിന്ന് മായ്ച്ചു കളഞ്ഞാലും ഇതിന്റെ രക്തം കൊണ്ട് ആ രക്തത്തെ പ്രണയിക്കുന്ന, ആ രക്തത്തോട് വിപ്ലവ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, ഈ നാട്ടിലെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ മുക്തമുഖത്ത് നിൽക്കുന്ന ഞങ്ങളുടെ റെക്കോർഡുകളിൽ നിന്ന് നിന്റെ ഒന്നും പേര് മാഞ്ഞു പോവുകയില്ല. പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞ ഒരുത്തരോട് ഉണ്ടുപോലും. എന്താ നിന്റെ പണി? ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ, പരാതികൾ ഉണ്ടായപ്പോൾ ഒരു കമ്മിറ്റി വിളിച്ച്, രക്ഷകർത്താക്കളെ വിളിച്ച് അതിനൊരു പരിഹാരം കാണാനുള്ള, എന്തെങ്കിലും നടപടിയെടുക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരുത്തൻ എന്തിനാണോ പ്രിൻസിപ്പാളിന്റെ കസേരയ്ക്ക് എറിയുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ കോളേജിന് മാറ്റിയിട്ട് കാര്യമില്ല. ഇനി കേരളത്തിലെ, ഇന്ത്യയിലെയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പഠിപ്പിക്കാൻ ഇവർക്ക് അർഹതയില്ല. ഇവന്റെയൊക്കെ സർട്ടിഫിക്കറ്റുകളും അംഗീകാരവും ക്യാൻസൽ ചെയ്യണം. വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറത്തു മാറ്റണം. മാൽക്കം എക്സ് പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുകയാണ്, those who cannot treat you well cannot teach you well. നിന്നോട് സ്നേഹത്തോടെ മര്യാദയ്ക്ക് പെരുമാറാൻ കഴിയാത്തവന് നിന്നെ ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇതാ പ്രശ്നം. മനുഷ്യന് മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, അവന്റെ സ്വത്വം, അവന്റെ ജാതി, അവന്റെ മതം, അവന്റെ വംശം, അതൊക്കെ വിഭിന്നമാണ്, ബഹുസ്വരം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. ജോൺ ലേ പോലുള്ള ലോകോത്തര വിദ്യാഭ്യാസ വിശിഷ്ടന്മാര് പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് ഡെമോക്രസി എന്നാണ്. ജനാധിപത്യത്തിന്റെ വസന്തം വിരിയുന്ന പൂന്തോട്ടമാണ് വിദ്യാലയങ്ങൾ. ഇവിടെയോ പൂക്കളെ പിച്ചി എറിയുന്ന, കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ജനാധിപത്യത്തിന്റെ ശവപ്പറമ്പായി ഈ വിദ്യാലയങ്ങൾ മാറുമ്പോൾ ഇത്തരം വിദ്യാലയങ്ങൾ വേണ്ട. ശാസ്ത്രീയ വിദ്യാഭ്യാസം. അധ്യാപകര് മാത്രമാണോ? അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ഒരുപോലെ പെരുമാറി. എന്നിട്ടോ സഹപാഠികളായി കുറച്ച് മുമ്പേ വന്നവന്മാരുണ്ട്. ജാതി അഹങ്കാരവും ജാതി പ്രിവിലേജും എല്ലാം കൂടി ചേർന്നിട്ട് അത് ഇണചേർന്നുണ്ടായ കുറെ പിള്ളേരുണ്ട് നമ്മുടെ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ. ജാതി ഇണചേരുക, എന്നിട്ട് വിദ്വേഷം ഇണചേരുക, ഈ വെറുപ്പെല്ലാം കൂടെ ചേർത്ത് ഉത്പാദിപ്പിക്കുന്ന പിള്ളേർ ചെറുപ്പം മുതൽ കേൾക്കുന്ന കരിക്കുലം എന്താ?
കറുത്തവൻ കൊള്ളത്തില്ല, സ്കൂൾ മുതൽ കറുത്തവരോട് കൂട്ടുകൂടണ്ട, എന്നിട്ട് അവന്മാര് കാമ്പസ് ഇടിമുറികളാണ്. ആ ഇടിമുറികളിൽ വെച്ചാണ് പല കുട്ടികളും പിന്നീട് മരിക്കുന്നത്. കൊണ്ട് അംബേദ്കറൈറ്റ് മുന്നണി പറയുന്നു, ദളിതർ പറയുന്നു, കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഇനി ഇടിമുറികൾ വേണ്ട, അടച്ചു പൂട്ടും ഞങ്ങൾ, ഇത് അവസാനിപ്പിക്കും ഞങ്ങൾ, അതിനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എല്ലാവരും പ്രതികരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, ആഭ്യന്തര വകുപ്പ്. എന്താണ് പോലീസിന്റെ പണി? ഒരു കൊലപാതകം എന്നൊക്കെ പറയും നമുക്കറിയാം, കഞ്ചാവ് അല്ലെങ്കിൽ വലിയ മർഡർമാർ, വലിയ ഗുണ്ടാ സംഘങ്ങളൊക്കെ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അവരെ തിരയാൻ ബുദ്ധിമുട്ടാണ്. ഇതങ്ങനല്ലല്ലോ. ഈ പകൽ വെളിച്ചത്തിൽ പാവപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാര് പണിയെടുത്ത് വിയർപ്പൊഴുക്കിയ പൈസ കൊണ്ട് കോളേജിൽ അടച്ചിട്ട് ആ പൈസ പിടിച്ചു പറിച്ച് ജീവിച്ച ഈ രണ്ട് ജീവികൾ ഈ അക്രമം കാണിച്ചിട്ട് ഇവരെ കണ്ടുപിടിക്കാൻ കേരള പോലീസിന് എന്താ ഇതുവരെ കഴിയാത്തത്? ജാതിയുടെ പ്രിവിലേജ് അല്ലേ ഇത്? നമ്പ്യാരായതുകൊണ്ടല്ലേ? ഇത് ജാതിയിൽ വലിയ പ്രിവിലേജ് ഉള്ളവർ ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇവരെ ഇപ്പോഴും ഒളിപ്പിച്ചു നിർത്തി അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു? അതുകൊണ്ട് കേരള പോലീസ് നിങ്ങൾ തയ്യാറാക്കിയ FIR-ലും നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ട നടപടിക്രമങ്ങൾ, ഇപ്പോൾ ജാമ്യത്തിനായാലും നോക്കുക. ഏത് ജാമ്യം? ഒരു പട്ടികജാതിക്കാരനെതിരെ അതിക്രമം ഉണ്ടായാൽ ജാമ്യമില്ലാത്ത വകുപ്പനുസരിച്ച് കേസെടുക്കാൻ നിഷ്കർഷിക്കുന്ന SC പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിലുള്ള സംസ്ഥാനത്ത് രാജ്യത്ത് അതനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ എന്ത് ജാമ്യം? ഒരു ജാമ്യത്തിനും അർഹതയില്ല. അതുകൊണ്ട് ഈ പോലീസിന്റെ നടപടിയിലുള്ള പ്രതിഷേധം, ഈ സമരം അതിന്റെയും കൂടി ഭാഗമാണ്. ഞങ്ങളിൽപ്പെട്ട ഒരു കുട്ടി മരിച്ചാൽ ഇങ്ങനെയുള്ള നിഷേധാത്മകമായ സമീപനമാണ് പോലീസിന്. പോലീസിന്റെ സമീപനം ഒന്നും പറയണ്ട. ആറളത്തെ പെങ്കൊച്ചങ്ങൾ ചത്തപ്പോ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? ഓരോ കേസുകളുണ്ട്, നീട്ടി പറയാൻ നേരമില്ല. ബിന്ദു ആ കള്ളം ആരോപിക്കപ്പെട്ടിട്ട് കള്ളക്കേസ് എടുത്തിട്ട് മൂത്രപ്പുരയിൽ പോയി വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞൊരു പോലീസല്ലേ ഈ പോലീസ്? എന്ത് മര്യാദയാണ് നിങ്ങൾക്കുള്ളത്? BNS ഒക്കെ വന്നിട്ട് പോലും ഇതൊക്കെ ഒന്നാണല്ലോ. ഒരു പീനൽ കോഡിന്റെ മര്യാദ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ജീവനും സ്വത്തിനും അവകാശം കൊടുക്കുന്ന ആർട്ടിക്കിൾ 21 ഇതുപോലുള്ള ഭരണഘടനയുടെ ചങ്ങലക്കെട്ടുകൾക്കകത്താണ് ഇന്ത്യൻ പീനൽ കോഡ്. അത് അംബേദ്കർ സംവിധാനം ചെയ്ത ഭരണഘടനയാണ്. അതനുസരിച്ചാണെങ്കിൽ പ്രത്യേക പരിരക്ഷ ലഭിക്കേണ്ട വിഭാഗത്തിനെതിരെ കുറ്റകൃത്യം നടന്നാൽ പോലീസ് മറ്റെന്തിനേക്കാളും പ്രാധാന്യത്തോടെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നത് ഭരണഘടനാപരമായ മാൻഡേറ്റ് ആണെങ്കിൽ അത് പിണറായി സർക്കാരിന്റെ വയലേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ആഭ്യന്തര വകുപ്പ് വയലേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഈ പോലീസുകാരടക്കം ഉത്തരവാദികളാണ്. എന്തിനാ നിങ്ങൾ അറിയാത്തവൻ ഈ പണി ചെയ്യരുത്? പോലീസിന് ആ പണി പറ്റില്ല. ഉണ്ടായിസം മാത്രമേ ഉള്ളൂ. പാവപ്പെട്ടവരെ മേക്കിട്ട് കയറുക, മാനേജ്മെന്റിന് പണം പിരിച്ചാൽ മതി, തട്ടിപ്പ് നടത്തിയാൽ മതി. ഈ അതിന്റെ പിന്നെ ഈ മാനേജ്മെന്റ് ഇവങ്ങളുടെ ഈ കോളേജ് മാത്രമല്ല, ഞാൻ പറയുന്നത് ഇതിന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ കൂട്ടുനിന്ന ഈ മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ കേരളം ബഹിഷ്കരിക്കണം. ഈ സ്ഥാപനവും ഈ ഭൂമിയും നിതിന്റെ ജീവന് പകരമായി കോമ്പൻസേഷൻ സർക്കാർ കൊടുക്കുകയല്ല. നിതിന്റെ ചോര വീണ ഈ മണ്ണ് നിതിന് അവകാശപ്പെട്ടതായി പിടിച്ചെടുക്കുന്ന ഒരു കാലത്തേക്ക് ഞങ്ങളുടെ പ്രക്ഷോഭം മാറും. ഈ മണ്ണ് ഇത് ഈ ജനങ്ങളുടെ മണ്ണാണിത്. ഇത് അനധികൃതമാണല്ലോ. ഈ കോളേജ് നിയമപരമല്ല. ഇത് വെട്ടിപ്പിടിച്ച ഭൂമിയാ. ഈ ഭൂമി ഈ പോരാട്ടത്തിന് അവകാശപ്പെട്ടത്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്. അതുകൊണ്ട് ഞങ്ങൾ 28-ാം തീയതി കേരളം സ്തംഭിപ്പിക്കുന്ന, കേരള ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേരളത്തെ മുഴുവൻ നിശബ്ദമാക്കുന്ന ഒരു വലിയ പ്രക്ഷോഭത്തിന് കേരളത്തിലെ ദളിത് സംഘടനകൾ, ആദിവാസി സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. കേരള ഹർത്താൽ അത് നടക്കും. ഞാൻ പറയുന്നു, എത്രയും വേഗം അറസ്റ്റ് ചെയ്യുക. പ്രത്യാഘാതം ഉണ്ടാകും. ഞങ്ങൾക്കൊരു ഭയവുമില്ല. പീനൽ കോഡിനെ, പോലീസിനെ, അറസ്റ്റിനെയൊക്കെ ഞങ്ങൾ അംബേദ്കറൈറ്റുകൾ പേടിക്കുമെന്ന് ഒരു പോലീസുകാരും വിചാരിക്കല്ലേ. ഞങ്ങൾ ഇറങ്ങും. അട്രോസിറ്റീസ് ആക്ടിൽ വെള്ളം ചേർത്തില്ലേ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ്? എന്നിട്ട് പട്ടികജാതിക്കാരനെ വിരട്ടാമെന്ന് വിചാരിച്ചില്ലേ? 9 ദളിതന്മാർ ജയ് ഭീം പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യ രക്തസാക്ഷികളായി. സമരം ചെയ്താൽ നിന്നെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് സുപ്രീം കോടതി ഇരിക്കുന്ന കൂടുതലിട്ടവരെ തമ്പുരാക്കന്മാർ ഉത്തരവ് പറഞ്ഞു. അവസാനം കിടുകിടാ വിറച്ചിട്ട് ഇരട്ടി മെച്ചപ്പെട്ട ആ ആക്ട് തിരുത്തിയ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് അയ്യങ്കാരുടെ മക്കൾ പറയുന്നത് ഇരിക്കില്ല. നീതി കിട്ടിയില്ല എങ്കിൽ സമരത്തിന്റെ കൊടുങ്കാറ്റുയർത്തും. ഈ എല്ലാ ജാതി പ്രമാണിത്വവും അവസാനിപ്പിക്കും. അതുകൊണ്ട് ഈ കേസിൽ ഇനി സമയമുണ്ട്. ഒരാഴ്ച ഞങ്ങളുടെ ഹർത്താലിന് സമയമുണ്ട്. ആ ഹർത്താലിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ പറയുന്ന ഈ ഡിമാൻഡ്. ഒന്നാമതായി, ഈ കൊച്ചതിന് നീതി കിട്ടാൻ എത്രയും പെട്ടെന്ന് റാമിനെയും സംഗീതയെയും അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കണം. 2, നഷ്ടപരിഹാരം. ഇതിന്റെ ഈ 2-3 രൂപയൊന്നും വേണ്ട. ഞങ്ങളുടെ മോൻ പഠിച്ചിരുന്നുവെങ്കിൽ, അവൻ പാസ്സായിരുന്നുവെങ്കിൽ
അവൻ ഇപ്പൊ ഓർത്തോണ്ടിക്സ് എന്നൊക്കെ പറയുന്ന വലിയ മേഖലകളാണല്ലോ, പല്ലെ തൊട്ടാൽ ആയിരങ്ങളാ. ആ മേഖലയിലേക്ക് ഞങ്ങളുടെ ചെറുപ്പക്കാരൻ മിടുക്കരാന്നുള്ള സഹപാഠികൾ പറയുന്നത്. അവൻ പഠിച്ചാൽ നാളെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഓർത്തോഡോണ്ടിക് എക്സ്പെർട്ടാണ്. അവന്റെ സ്ഥാപനം എത്ര കോടികളുടെ വിളയും അത് കണക്കാക്കണം. അവന്റെ സമുദായ നഷ്ടം, ഒരു ജനതയുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിച്ച സൈക്കോളജിക്കലായിട്ടുള്ള ഡാമേജ്, ഇതെല്ലാം ചേർത്തുകൊണ്ട് വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. താഴ്ത്തിക്കെട്ടി ഏതെങ്കിലും ഉറുപ്പിക പറഞ്ഞ് ഈ സമുദായത്തെ പറ്റിക്കാമെന്ന് സർക്കാർ വിചാരിച്ചാൽ അടങ്ങിയിരിക്കില്ല ഞങ്ങൾ. അത് ഞങ്ങൾ ഇത് പിടിച്ചെടുത്ത് മുതലാക്കും. അതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. മൂന്നാമതായി ഇതിന്റെ ആ ബന്ധുക്കളുടെ മാതാപിതാക്കളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഈ കേസിനെ കാണുകയും അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR പുതുക്കിയെടുത്തുകൊണ്ട് ശക്തമായ രീതിയിൽ നിയമ നടപടിയെടുക്കുകയും, ഇത് കൊലപാതകമാണ്. കാരണം ചാടി വീണാന്റെ പാടൊന്നും അല്ല ഉള്ളത്, ഇത് കൊന്നതാണ്, കഴുത്തിൽ പാടുകളുണ്ട്. അതുകൊണ്ട് വേണ്ടി വന്നാൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. അതുപോലെ ഞാൻ നിർത്തുന്നു.